അറബിക്കടലിൽ ഇറാൻ അയച്ച ഒരു ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുകയാണ് അമേരിക്കൻ സൈന്യം. അമേരിക്കൻ പടക്കപ്പലായ അബ്രഹാം ലിങ്കണ് നേരെ ആക്രമണത്തിനായി പറന്നെത്തിയ ഇറാനിയൻ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു എന്നാണ് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നത്. ഇറാൻ അമേരിക്ക പ്രശ്നത്തിൽ പരിഹാരം തേടിയുള്ള ചർച്ചയുടെ സാധ്യതകൾ പുരോഗമിക്കുന്നതിൻ്റെ ഇടയിലാണ് ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ്റെ ഷഹേദ് 139 മോഡൽ ഡ്രോണാണ് വെടിവെച്ച് വീഴ്ത്തിയത്. ഇറാന്റെ തെക്കൻ തീരത്ത് നിന്ന് ഏകദേശം 800 കിലോമീറ്റർ അകലെ അന്താരാഷ്ട്ര ജലപാതയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന വിമാനവാഹിനി കപ്പലിന് നേരെ ഡ്രോൺ വ്യക്തമല്ലാത്ത ഉദ്ദേശത്തോടെ സമീപിച്ചു. അമേരിക്കൻ സേന മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചെങ്കിലും തുടർന്നും ഡ്രോൺ കപ്പൽ ലക്ഷ്യമാക്കി വന്നതോടെ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് വെടിവെച്ച് വീഴ്ത്തിയത് എന്നാണ് US സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35C സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണ് ഈ ഡ്രോണിനെ നശിപ്പിച്ചത്. സംഭവത്തിൽ അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിട്ടില്ലെന്നും അമേരിക്കയുടെ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടില്ലെന്നും ഹോക്കിൻസ് പറയുന്നു. സംഘർഷ സാഹചര്യം പുതിയ തലത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയെ തുടർന്ന് ഈ സംഭവത്തിന് പിന്നാലെ എണ്ണവിലയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാരലിന് $1 അധികം വർധനവുമുണ്ടായി. അതേസമയം അമേരിക്കൻ ഭരണകൂടം ഇറാനുമായുള്ള ചർച്ചകൾക്കായി പ്രത്യേക ദൂതനെ നിയോഗിച്ചിരുന്നു. ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്ന് അമേരിക്ക വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ പുതിയ സംഭവവികാസങ്ങൾ മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. മറുവശത്ത് ഇറാനിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും ലഭിച്ചിട്ടുമില്ല. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇത്തരം സംഭവങ്ങൾ തുടരുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിലും ആശങ്ക ഉണ്ടാക്കുകയാണ്. ചൊവ്വാഴ്ച അറബിക്കടലിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. ഈ ആഴ്ച അവസാനം അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇറാൻ പ്രതിനിധികളുമായി സമാധാന ചർച്ചകൾ നടത്താനിരിക്കവെയാണ് മേഖലയിൽ ആകെ ആശങ്ക വിതച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഈയൊരു ആക്രമണ നീക്കമുണ്ടായത്. ഇതിനു മുൻപ് ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ പതാക വഹിച്ച ടാങ്കർ കപ്പലിനെ ഇറാൻ്റെ സൈന്യം തടയാൻ ശ്രമിച്ചതും സ്ഥിതിഗതികൾ വഷളാക്കിയിരുന്നു. US ഡിസ്ട്രോയർ അന്ന് കപ്പലിന് സംരക്ഷണമൊരുക്കിയത്. ഈ രണ്ട് സംഭവങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണികൾ തുടരുകയാണ്. എന്നാൽ ഭീഷണികൾ ഇല്ലാത്ത അന്തരീക്ഷത്തിൽ മാത്രമേ ചർച്ചകൾക്ക് പ്രസക്തി ഉള്ളൂവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇറാനിൽ ഭരണകൂടത്തിന് എതിരെ നടക്കുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഈ മേഖലയിൽ കാര്യങ്ങൾ വഷളാക്കിയത്. അതേസമയം ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിനിടെ 5000-ൽ അധികം പേർ കൊല്ലപ്പെട്ടതായും 10,000-കണക്കിന് ആളുകൾ തടവിലാക്കപ്പെട്ടതായും മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ്റെ മിസൈൽ പദ്ധതികളും ആണവ നീക്കങ്ങളും ഈ മേഖലയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്രയേലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുങ്ങിയെങ്കിലും രണ്ട് രാജ്യങ്ങളുടെയും സൈനികർ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഈ മേഖലയെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുകയാണ്.